ഹായ് ഹലോ നമസ്കാരം. വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരുടെയും ഓണം ഒക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ ഓണം സൂപ്പറായിരുന്നു. എല്ലാം പതിവ് പോലെ എല്ലാം രാവിലെ നേരത്തെ തൃക്കാക്കരപ്പനുള്ള പൂജയും എല്ലാമായിരുന്നു. ഈ സമയത്തൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ കൊല്ലവും വളരെ വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പഠിച്ചിട്ട് കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യുക എന്നുള്ള രീതിയിലായിരുന്നു. ഇപ്രാവശ്യം ഞാൻ ശരിക്കും പറഞ്ഞാൽ തൃക്കാക്കരപ്പനെ താഴ്ത്തിക്ക് ഇറക്കി വെച്ചിട്ട് തന്നെയാണ് ചെയ്തത്. എന്താ കാര്യം വെച്ചാൽ അല്ലെങ്കിൽ ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പോലെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. എല്ലാം സൂപ്പറായിട്ട് ചെയ്തു. മക്കൾക്ക് പിന്നെ ശീലമായി. അത് പറഞ്ഞു കൊടുത്ത് അവർക്ക് ആ ഒരു രീതി എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളത് അവർക്കും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ എല്ലാം നന്നായിട്ട് കഴിഞ്ഞു. സമയം 6 മണിയാണ്. ഈ സമയത്താണ് നമ്മൾ ചെയ്തത്. അടയും എല്ലാം വെച്ച് അങ്ങനെ നമ്മൾ രാവിലത്തേത് തുടങ്ങി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉള്ളത് സദ്യയായിരുന്നു. എല്ലാ വിഭവങ്ങളും ഉണ്ടായിരുന്നു. അവിയലോലൻ, കറി, കാളൻ, 3 പച്ചടി, കിച്ചടി എന്ന് വേണ്ട, ചോറ്, സാമ്പാർ, രസം, പപ്പടം, ഗോതമ്പ് പ്രഥമൻ, അടപ്പായസം. പിന്നെ എനിക്ക് ഗസ്റ്റുകളുണ്ടായിരുന്നു. അണ്ടർഗ്രൗണ്ട് ഡൈനിങ്ങിൻ്റെ ഗസ്റ്റുകളുണ്ടായിരുന്നു. സോ അവരാണ് വന്നിട്ട് എൻജോയ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് നമ്മളുമൊക്കെ കഴിച്ചു. സോ ഓരോരുത്തരും അതിൻ്റെ അഭിപ്രായം, ഇത് എന്താ പറയുക, കഴിക്കുമ്പോൾ അത് അവർക്കുള്ള ആ ഒരു എക്സ്പീരിയൻസ് എല്ലാം കേൾക്കുമ്പോഴും ആ ഒരു നമ്മൾ നന്നായി ഉണ്ടാക്കി കൊടുത്തു എന്നറിയുമ്പോഴും ഉള്ള സമാധാനം, സന്തോഷം അതൊന്ന് വേറെ തന്നെയാണ്. എല്ലാവരുടെ വീട്ടിലും എല്ലാം സൂപ്പറായി കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ ഓണത്തിൻ്റെ കുറച്ച് ക്ലിപ്പുകൾ ഞാൻ കാണിച്ചു തരാം. എൻ്റെ സാരിയും ബ്ലൗസും ഞാൻ എടുത്തിരിക്കുന്നത് ബേസിക്കലി സജാസ് ബുട്ടീക്കാണ് എനിക്ക് ഗിഫ്റ്റായിട്ട് അയച്ചു തന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിൽ പലതും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ജുബയും അച്ഛനും മക്കളും ആയിട്ടുള്ള രീതിയിലുള്ള ഫോട്ടോസും ഒക്കെ ആയിട്ട് സൂപ്പറായിട്ട് സംഭവം അടിപൊളിയായിട്ട് കഴിഞ്ഞു. തിരുവോണമൊക്കെ കഴിഞ്ഞ് അടുത്ത ദിവസം ഭയങ്കര ക്ഷീണത്തോടു കൂടിയിട്ട് ഒരുപാട് വീടൊക്കെ ഇതുപോലെ ആയിരിക്കില്ലേ, അനങ്ങാൻ പറ്റാത്ത പോലുള്ള ടയേർഡ്നെസ്. അത്രയ്ക്ക് ബിസി ആയിരുന്ന ഒരാഴ്ചയായിരുന്നു എൻ്റെ. ഇതെല്ലാം കഴിഞ്ഞ് തിരുവോണം ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസം ഒരു സംഭവമുണ്ട്. അത് ഒരുപാട് പേര് ഒരേപോലെ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. ഇങ്ങനെ ഇരുന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ബാക്കി വന്ന അവിയൽ, കൂട്ടുകറി, ഓലൻ, ഇതൊക്കെ കഴിക്കാൻ എത്ര പേർക്ക് ഇഷ്ടമാണ്. അതിലെൻ്റെ ഏറ്റവും ഫേവറേറ്റാണ് ബാക്കി വന്ന അവിയൽ ഇങ്ങനെ കഴിക്കുക എന്നുള്ളത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണത്. സോ അങ്ങനെ ഒരു തിരുവോണം കൂടി. എല്ലാം സൂപ്പറായിരുന്നു. എല്ലാം നന്നായി കഴിഞ്ഞു. ഭയങ്കര ബിസി ആയിട്ടുള്ള ഒരാഴ്ചയായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോസൊന്നും വരാതിരുന്നത്. ഇനി ഒരാഴ്ച വലിയ ബിസി ഇല്ല, എന്തായാലും ഇടാൻ ശ്രമിക്കാം. റെസിപ്പീസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്, പക്ഷേ ഇടാനുള്ള സമയമില്ലാത്തതുകൊണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും എല്ലാം ആഘോഷിച്ചു എന്ന് വിശ്വസിക്കണം. പാലക്കാടൻ സ്റ്റൈലിലുള്ള അവിയൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സംഭവം. അമേസിങ്. എനിക്കിത് എത്ര വേണമെങ്കിലും വെറുതെ ഇരുന്ന് കഴിക്കാൻ ഭയങ്കര ഇഷ്ടം. കൂട്ടുകറി അതെ, പക്ഷെ എല്ലാവർക്കും കൊടുത്തു. ഗസ്റ്റുകളുണ്ടായിരുന്നു, ഒന്നും ബാക്കിയില്ല. ഉപ്പേരി ഇഷ്ടു, പായസമുണ്ട്, ഗോതമ്പ് പ്രഥമനും ഉണ്ട്, പിന്നെ കുറച്ച് പാലടി ഇരിക്കുന്നുണ്ട്, സാമ്പാറുണ്ട്. ഇതൊക്കെ തന്നെ ഉച്ചയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഭയങ്കര ടയേർഡായിരുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര ടയേർഡായിരുന്നു. എന്താ വെച്ചാൽ ഓടാൻ തുടങ്ങിയിട്ട് ചില്ലറയൊന്നും അല്ലായിരുന്നു. അപ്പോൾ സോ വൺസ് അഗെയിൻ നമ്മൾ വീണ്ടും അടുത്ത ആഴ്ച, ഈ ഒരാഴ്ച റെസിപ്പീസുമായി ഞാൻ കാണാം. ഓക്കെ, ടേക്ക് കെയർ, ബൈ.